Today, I was shocked. I was shocked to hear that across Kerala now, there are CPM billboards with the Chief Minister's face on them. ഇന്ന് ഞാൻ വരുമ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കണ്ടിട്ട് കേരളത്തിൽ മുഴുവൻ CPM-ന്റെ പരസ്യ ബോർഡുകളാണ്, മുഖ്യമന്ത്രിയുടെ മുഖം പതിപ്പിച്ച ബോർഡുകൾ. And on the billboard are written the words, "Who else?" അത് മാത്രമല്ല, ആ പരസ്യ ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത് മറ്റാരാണ്. Now, first of all, the Chief Minister is not God, that he is the only person who can rule Kerala. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ കേരളം ഭരിക്കാൻ കഴിയൂ എന്ന രീതിയിലുള്ള ഒരു ദൈവമല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. There are many talented people in this state. ഈ സംസ്ഥാനത്ത് കഴിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. Across the state, men, women, there are thousands and thousands of people who have unlimited talent. പരിധിയില്ലാത്ത കഴിവുള്ള ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കഴിവുള്ളവർ ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. They have the spirit of Kerala inside them. അവരുടെ ഉള്ളിൽ കേരളത്തിന്റെ ആത്മാവുണ്ട്, ചൈതന്യമുണ്ട്. They have humility, they have compassion, they have love for other people. അവരുടെ ഉള്ളിൽ വിനയമുണ്ട്, അവരുടെ ഉള്ളിൽ സഹാനുഭൂതിയുണ്ട്, അവരുടെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹമുണ്ട്. And the Chief Minister having a campaign that says he is the only person who can rule Kerala is an insult to every single Keralite. ഉദാഹരണത്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ്, അവരുടെ പ്രചരണം നടത്തുകയാണ്, ഇവിടുത്തെ മുഖ്യമന്ത്രി ആ ഒറ്റ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ കേരളത്തെ നയിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ മലയാളികൾക്കും കേരളത്തോടുമുള്ള അവഹേളനമാണ്. It is disrespecting the entire state if you say that there is only one man who can run this state. ഈ സംസ്ഥാനത്തെ നയിക്കാൻ ഒറ്റ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തുള്ള മറ്റു ജനങ്ങളെയും ഈ സംസ്ഥാനത്തെ മുഴുവൻ അവഹേളിക്കുന്നതിന്, അപമാനിക്കുന്നതിന് തുല്യമാണ്. It is the height of arrogance. ഇത് ധാർഷ്ട്യത്തിന്റെ അങ്ങേ അറ്റമാണ് ഇങ്ങനെ പറയുന്നത്. That the Chief Minister can authorize a campaign that asks the people of Kerala, who else? ഞങ്ങളല്ലാതെ, ഞാനല്ലാതെ മറ്റാരാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുവാൻ കേരളത്തിലെ ജനങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുവാൻ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടുവാൻ കഴിയുന്നത് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ്. In fact, I would advise the Chief Minister to remove this campaign from the streets of Kerala. ഒരർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഈ പ്രചരണങ്ങളും പരസ്യ ബോർഡുകളും ഈ പ്രചരണവും കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് ഒഴിവാക്കാൻ Because every time a Keralite looks at that poster, he is made to feel insulted because he is being told that he cannot lead this state. കാരണം ഈ പോസ്റ്ററുകളിലേക്ക് നോക്കുമ്പോൾ ഓരോ മലയാളി ഓരോ സമയം നോക്കുമ്പോൾ ആ വ്യക്തി സ്വയം അപമാനിക്കപ്പെടുന്നതായി തോന്നും. കാരണം ആ വ്യക്തി ചിന്തിക്കാൻ പ്രേരിതനാവുകയാണ്, എനിക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിൽ. And it is this precise mindset, this arrogant mindset that we are fighting. ഈ പറയുന്ന ധാർഷ്ട്യമുള്ള മനോഭാവം, കൃത്യമായ ധാർഷ്ട്യത്തോടുള്ള മനോഭാവത്തെയാണ് നമ്മൾ ഇന്ന് എതിരിട്ടുകൊണ്ടിരിക്കുന്നത്. It is the same mindset that Mr. Narendra Modi has, that Mr. Amit Shah has, and Mr. Himanta Sharma has in Assam. ഇതേ മനോഭാവമാണ് നരേന്ദ്രമോദിക്കുള്ളത്, ഇതേ മനോഭാവമാണ് അമിത്ഷായ്ക്കുള്ളത്, ഇതേ മനോഭാവമാണ് ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുള്ളത്.